മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പോപ്പുലേഷനെ മുഴുവൻ അടിമകളാക്കി. ഇന്ത്യയിൽ അവർക്കത് പറ്റിയില്ല. പൂർണ്ണമായിട്ട് അടിമകളാക്കാൻ പറ്റിയില്ലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വൈവിധ്യമുണ്ട്. അത് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. നെല്ല് കൊയ്താൽ ഉടനെ സർക്കാരിൻ്റെ ആൾക്കാർ വരികയാണ് അവരുടെ വീതം മേടിക്കാൻ. അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് കിട്ടുന്നതിൻ്റെ മുക്കാലും അവർ കൊണ്ടുവന്ന ഒരു സ്ഥിതി വന്നു. വ്യത്യസ്തമായി ചിന്തിക്കുന്ന പല വിഭാഗങ്ങൾ കൂടിയ ഒരു സമൂഹമായിരുന്നു ഇന്ത്യയിൽ. അപ്പം ഇവിടെ അവർക്ക് അവരുടെ പരിഷ്കാരങ്ങളൊന്നും കൊണ്ടുവന്നാൽ ജനങ്ങളെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന കൃഷിഭൂമികൾ, അതായത് നമ്മളുടെ മെയിൻ 2-3 സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം, ഡെക്കാൻ പ്ലേറ്റോ, ഇതെല്ലാം കൃഷിഭൂമികളായിരുന്നു. ഇവിടുത്തെ പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടി അവർ നമ്മുടെ വിദ്യാഭ്യാസ രീതിയെയും നമ്മുടെ കൃഷി രീതിയെയും മാറ്റിയാലേ ഇവിടുത്തെ ജനങ്ങളെ പട്ടിണിക്കിടാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ചിന്ത അവരിലേക്ക് വന്നത്. അതിനെക്കുറിച്ചൊക്കെ ചരിത്ര രേഖകളുണ്ട്. എല്ലാ പ്രിയപ്പെട്ട കർഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബറാക്ക സ്റ്റൈലിലാണ് ഉള്ളത്. നമ്മുടെ അബ്രാസ് സാറിനൊപ്പം നമ്മളിന്ന് തോട്ടത്തിൽ പോയിട്ട് വ്ളോഗ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ മഴ ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് പോകാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ എന്തായാലും വന്നു. നമുക്ക് അറിയേണ്ടതായ കണ്ടന്റ് നമുക്ക് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് വന്നതിൻ്റെ ഉദ്ദേശം, നമ്മുടെ ഒരു പ്രേക്ഷകൻ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കൃത്യമായിട്ട് തന്നെ അദ്ദേഹം വാച്ച് ചെയ്ത് അനലൈസ് ചെയ്തിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 700 കോടി ജനങ്ങളാണിപ്പോൾ ഉള്ളത്. ഈ 700 കോടി ജനങ്ങൾക്കും നമ്മുടെ ഈ ഒരു പ്രകൃതി കൃഷി വെച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ഷൻ, അതായത് ആഹാരത്തിനുള്ളതും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൽപ്പാദിപ്പിച്ചെടുക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഭിരാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു മറുപടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഈ ഒരു ചോദ്യം ഞാൻ ആദ്യം രാസകൃഷിയിൽ നിന്ന് ജൈവകൃഷിയിലേക്ക് തിരിഞ്ഞപ്പോഴും ജൈവകൃഷിയിൽ നിന്ന് പ്രകൃതി കൃഷിയിലേക്ക് തിരിഞ്ഞപ്പോഴും കേട്ടിട്ടുള്ള, എന്നോട് പലരും ചോദിച്ചിട്ടുള്ള, ഞാൻ അവരുടെ ഒരു കോമൺ സ്വഭാവം നോക്കിയപ്പോൾ അവരെല്ലാവരും തന്നെ രാസകൃഷി ഇവിടെ നിലനിൽക്കണം എന്നും മറ്റ് മാർഗങ്ങളൊന്നും തന്നെ ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കരുത് എന്നും വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ താല്പര്യങ്ങളാണ് ഈ ചോദ്യത്തിന് അടിച്ചേൽപ്പിക്കുന്നതാണോ ഉദ്ദേശിക്കുന്നത്? അതുപോലെ കർഷകരുടെ മേലെ അല്ല, കർഷകരെ തെറ്റിദ്ധാരണ പരത്തി വീണ്ടും രാസകൃഷിയിൽ തന്നെ ജനങ്ങളെ, ഭൂരിഭാഗം ജനങ്ങളും രാസകൃഷിയിൽ തന്നെ മുന്നോട്ട് പോകണം, ഒരു ഭീതി സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. അതെ. പക്ഷേ രാസകൃഷി ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ നന്നായിട്ട് കൂടുന്നുണ്ട്. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. രാസകൃഷിയിൽ നിന്ന് ലോകമെമ്പാടും തന്നെ ജനങ്ങളത് പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും രാസകൃഷിക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയും ജൈവകൃഷിക്കാരുടെ എണ്ണം കൂടി വരികയുമാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ജൈവകൃഷി ഈ പറയുന്ന പ്രശ്നങ്ങളെക്കാൾ കൂടുതലും ആ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു വ്യഗ്രതയാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാലും ഞാൻ അതിനൊരു ഉത്തരം പറയാം. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ അല്പം ചരിത്രവും അല്പം സാങ്കേതികതയും എല്ലാം നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലായിട്ട് വരും. ചിലപ്പോൾ ഒരല്പം നീണ്ട് പോകും. എന്നാലും ഞാൻ അത്രയും ചുരുക്കത്തിൽ പറയും. അപ്പോൾ നമ്മൾ കൃഷിയുടെ ചരിത്രം നോക്കിയാൽ ഏതാണ്ട് 10,000 വർഷം മുമ്പ് മുതലുള്ള ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. കൃഷി എങ്ങനെ തുടങ്ങിയെന്നും മനുഷ്യൻ എങ്ങനെയാണ് കൃഷിയുടെ ഒരു ചരിത്രം പറഞ്ഞാൽ ഒരു 10,000 വർഷം മുമ്പ് മുതൽ ഏതാണ്ട് മനുഷ്യൻ നദീതട സംസ്കാരങ്ങളുമൊക്കെ തുടങ്ങി. അതിന് മുമ്പ് ഹണ്ടർ ഗാദറർ, അതായത് വേട്ടയാടിയും കാലാപുരയ്ക്കും ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഏതൊരു നദീതടങ്ങളിൽ താമസിച്ച് കൃഷികൾ അവർക്ക് പ്രയോജനപ്രദമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ കുറേ ചെടികളൊക്കെ ഒരു ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്തി അവരവിടെ തന്നെ താമസിക്കുന്ന ഒരു രീതിയോടാണ് ഇന്നത്തെ മോഡൽ കൃഷിയിലേക്ക്, അതായത് ഒരു സ്ഥലത്ത് തന്നെ. അതിന് മുമ്പേ മനുഷ്യൻ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ അങ്ങ് കാട്ടിക്കൂടെ കാലാപുരയ്ക്ക് നടക്കുന്നു, കൈ കിട്ടുന്നതിനെ വേട്ടയാടുന്നു, അങ്ങനെ ജീവിക്കുകയായിരുന്നു. അതിൽ നിന്ന് കൃഷിയിലേക്ക് അങ്ങനെ ഒരു മാറ്റം 10,000 വർഷം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ചരിത്രം. അപ്പോൾ ഈ 10,000 വർഷത്തിൽ ഈ രാസകൃഷി വന്നിട്ടൊരു 100 വർഷമായിട്ടുള്ളൂ. 100 വർഷം പോലും ആയിട്ടില്ലെന്ന് ഹരിത വിപ്ലവത്തിന് ശേഷമുള്ള അതെ ഇന്ത്യയിൽ. പക്ഷേ ലോകത്തിൽ 100 വർഷം മുമ്പ് തന്നെ തുടങ്ങി. നമുക്കിപ്പോൾ ഹരിത വിപ്ലവം തുടങ്ങാൻ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടി. ഇവിടെ 1-2 ക്ഷാമങ്ങളും ഒക്കെ നടന്നു. അതൊക്കെയാണ് കൂടുതലും ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ കൂടുതൽ ആ ക്ഷാമങ്ങളെയൊക്കെയാണ് വോട്ട് ചെയ്യുന്നത്. അപ്പം അതെല്ലാം നമ്മൾ
ചരിത്രം അത് എന്തുകൊണ്ടാണ് ഇവിടെ ക്ഷാമം ഉണ്ടായത് എന്ന് മുതൽ നമ്മൾ പഠിച്ചു പോകേണ്ടത്. നമ്മൾ ഏതാണ്ട് ഒരു 400 വർഷത്തോളം ബ്രിട്ടീഷ് മേൽക്കോയ്മയിലായിരുന്നു. ബ്രിട്ടീഷുകാരായിരുന്നു ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. നമ്മളുടെ രാജാക്കന്മാരൊക്കെ അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇവർ പറയുന്ന പോലെ അവർക്ക് ഭരിക്കാൻ പറ്റത്തുള്ളൂ. അവരായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. എന്തായാലും ലോകമായ യുദ്ധങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ലോകമെമ്പാടും ആഹാരത്തിനുള്ള ബുദ്ധിമുട്ടുണ്ടായി. അതായത് ഇംഗ്ലണ്ടിലൊക്കെ സംഭവിച്ചത്, ഇംഗ്ലണ്ട് സഖ്യകക്ഷികളുടെ ഇതിൽ, അതുപോലെ തന്നെ മറ്റ് 2 സ്ഥലങ്ങൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പടപൊരുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ആണുങ്ങളാണ് കൂടുതലും യുദ്ധത്തിനന്ന് പോയിക്കൊണ്ടിരുന്നത്. ഒരു 99% ആണുങ്ങളാണ് യുദ്ധം ചെയ്യുന്നത്. കൃഷി ചെയ്യുന്നതും ആണുങ്ങളാണ് കൂടുതൽ. പെണ്ണുങ്ങളൊക്കെ സഹായിക്കുന്ന ഒരു രീതിയാണ് പണ്ട് കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ ഈ ആണുങ്ങൾ ഒത്തിരി പേര് മരിച്ചുപോയി, ഒത്തിരി പേര് അംഗവൈകല്യരായി. അവർക്ക് യുദ്ധം ചെയ്യാൻ പോകുന്ന സമയത്ത് അവരുടെ കൃഷി നോക്കാൻ ആളില്ലാതായി. അങ്ങനെ അവിടുത്തെ കൃഷി വലിയൊരു ബുദ്ധിമുട്ടുള്ള ഡൗൺ ട്രെൻഡിൽ വന്നു. അവിടെ അന്നേരത്തേക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ടായപ്പോഴത്തേക്ക് അവരുടെ കോളനികളിൽ, അതായത് ഇന്ത്യ പോലെയുള്ള ലോകം മുഴുവൻ തന്നെ ഭരിച്ച ഒരു രാജ്യമാണ് ഇംഗ്ലണ്ട്. അപ്പോൾ ഇവർ ചെയ്തത് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പോപ്പുലേഷനെ മുഴുവൻ അടിമകളാക്കി. ഇന്ത്യയിൽ അവർക്കത് പറ്റിയില്ല. പൂർണ്ണമായിട്ട് അടിമകളാക്കാൻ പറ്റിയില്ലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വൈവിധ്യമുണ്ട്. ഒരു സമാനമായി ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗമല്ല, വ്യത്യസ്തമായി ചിന്തിക്കുന്ന പല വിഭാഗങ്ങൾ കൂടിയ ഒരു സമൂഹമായിരുന്നു ഇന്ത്യയിൽ. അപ്പം ഇവിടെ അവർക്ക് അവരുടെ പരിഷ്കാരങ്ങളൊന്നും കൊണ്ടുവന്നാൽ ജനങ്ങളെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പോപ്പുലേഷൻ കുറയ്ക്കണം എന്നുള്ള ഒരു മനസ്സ് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടി അവർ നമ്മുടെ വിദ്യാഭ്യാസ രീതിയെയും നമ്മുടെ കൃഷി രീതിയെയും മാറ്റിയാലേ ഇവിടുത്തെ ജനങ്ങളെ പട്ടിണിക്കിടാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ചിന്ത അവരിലേക്ക് വന്നിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ചരിത്ര രേഖകളുണ്ട്. ഈയിടെ ഒരു വർഷത്തിനുള്ളിൽ തന്നെയാണെന്ന് തോന്നുന്നു ശശി തരൂർ, നമ്മുടെ തിരുവനന്തപുരം MP, UN-ൽ പ്രസംഗം നടത്തി. അതിനകത്ത് ബ്രിട്ടീഷുകാരെല്ലാം ചാലഞ്ച് ചെയ്തു. നിങ്ങൾ ഈ ബംഗാൾ ക്ഷാമത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിനാണ്. അയാളിൽ നിന്ന് പറഞ്ഞതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ കാര്യങ്ങളെല്ലാം. അപ്പം അതുവഴി അവർക്ക് അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ ആളില്ലാതായപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോവുകയും ഇവിടുത്തെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കുറേ പേരെ കൊല്ലുക എന്നുള്ള അജണ്ട അവർക്കുണ്ടായിരുന്നു. അത് ചരിത്രത്തിനകത്ത് അത് വ്യക്തമായിട്ട് തന്നെ ശശി തരൂർ പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് എല്ലാ രേഖകളും ഉദ്ധരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നമ്മൾക്ക് ഗോതമ്പും ഭക്ഷണസാധനങ്ങൾ പുറം രാജ്യങ്ങളിൽ നിന്ന്, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ വരുമ്പോഴത്തെ കൽക്കട്ട പോർട്ടിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ബോംബെ പോർട്ടിലോ എവിടെയെങ്കിലും വന്നാൽ ഉടനെ അത് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് വിടുന്നു. ഇവിടെ ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല. ഇവിടെ ഉണ്ടായിരുന്ന കൃഷിഭൂമികൾ, അതായത് നമ്മളുടെ മെയിൻ 2-3 സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം, ഡെക്കാൻ പ്ലേറ്റോ, ഇതെല്ലാം കൃഷിഭൂമികളായിരുന്നു. ഈ സമതല പ്രദേശത്ത് തന്നെ ഇതെല്ലാം ഒരു ഡെക്കാൻ പ്ലേറ്റോ എന്ന് പറയുന്നത് അതിനകത്ത് ഈ ഫലഭൂയിഷ്ടമായ മണ്ണുണ്ടായിരുന്ന ഏരിയകളിലെല്ലാം അവർ മറ്റ് കൃഷികളിലേക്ക് അവർ വ്യവസായ രാജ്യമായിരുന്നു. അവർക്ക് ഇവിടുത്തെ ജനങ്ങളെ പട്ടിണി കിട്ടണം എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ അവരുടെ ഫാക്ടറികൾക്ക് വേണ്ട ഉൽപ്പന്നം അവർക്ക് കിട്ടുകയും വേണം. അതായത് ഇവിടുന്ന് പരുത്തി കൊണ്ടുപോയിട്ട് തുണി ഉണ്ടാക്കിയിട്ട് ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്ന, കാന്തിച്ച് അതെല്ലാം കത്തിച്ച് കളയുകയൊക്കെ ചെയ്ത ചരിത്രങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. എല്ലാ ജനങ്ങൾ മുഴുവൻ വിദേശ വസ്ത്രങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്ന ഇവിടുന്ന് പരുത്തി ചെയ്യിക്കും, പരുത്തി ഉണ്ടാക്കും. പരുത്തി അവിടെ കൊണ്ടുപോയിട്ട് അവരുടെ മില്ലുകളിൽ അതിനെ തുണിയാക്കി ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് വിൽക്കും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ പരുത്തി കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം. അപ്പോൾ അവരെന്ത് ചെയ്തു, നമ്മൾ മുമ്പേ പറഞ്ഞ 3 കൃഷി മേഖലകളിൽ, ആ 3 ഇന്ത്യയുടെ എമ്പാടുമുള്ള കൃഷി മേഖലകളിൽ എവിടെല്ലാം അവർക്ക് വ്യവസായിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, ജൂട്ട്, പരുത്തി, നീലം, തേയില, റബ്ബർ, ഇങ്ങനെയുള്ള ഒത്തിരി വ്യവസായിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ജനങ്ങളെ പ്രേരിപ്പിച്ചു. ഭക്ഷ്യസാധനം കൃഷി ചെയ്യുന്നവരിൽ നിന്ന് അന്യായമായ ടാക്സ്, അത് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. നെല്ല് കൊയ്താൽ ഉടനെ സർക്കാരിൻ്റെ ആൾക്കാർ വരികയാണ് അവരുടെ വീതം മേടിക്കാൻ. അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് കിട്ടുന്നതിൻ്റെ മുക്കാലും അവർ കൊണ്ടുവന്ന ഒരു സ്ഥിതി വന്നു. അല്ലെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ വ്യവസായ ഉൽപ്പന്നങ്ങൾ ചെയ്തു, ടാക്സ് വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് പൈസ തരാം. അങ്ങനെ അവരെ പ്രോത്സാഹിപ്പിച്ച് ഈ കൃഷിഭൂമികളെ മുഴുവൻ അവരെ വ്യവസായ കൃഷിയിലേക്ക് മാറ്റിക്കളഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് യുദ്ധം വരുന്നതും ഇവിടെ അവരുടെ നാട്ടിൽ ഭക്ഷണത്തിന് ദാരിദ്ര്യം ഉണ്ടാകുകയും ചെയ്തു. ബുദ്ധിമുട്ട് ഉണ്ടായപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്ന റിസർവ് ധാന്യങ്ങൾ മുഴുവൻ അവർ കയറ്റിക്കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ ഇവിടെ പട്ടിണി അന്നേരത്തേക്ക് എന്ത് പറ്റി,
ഇവിടെ പൂഴ്ത്തിവെപ്പുകാരെ എല്ലാം അവർ പ്രോത്സാഹിപ്പിച്ചു. അവരുടെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. അവർ വെടിവെച്ച് കൊല്ലാൻ അവർക്ക് അതിന് മാത്രം ജനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവർ മുഴുവൻ വെടിവെച്ച് തീർക്കാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ആരെങ്കിലും നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമുക്ക് ഇവിടെ തന്നെ സർസിപിയുടെ സമയത്തൊക്കെ കണ്ടില്ലേ ചെവി വെട്ടിക്കളയുന്ന അങ്ങനത്തെ ആക്രമണങ്ങൾ വരുന്നത് സാഹിബിന് പേടിയാണ്. സാഹിബിന് നല്ല അടി കിട്ടുമെന്ന് പറഞ്ഞാൽ അവർക്കും പേടിയാണ്. അവർ ഇങ്ങനെ തോക്കിട്ടോ ഒരുത്തനെ വെടിവെക്കുമ്പോഴത്തേക്ക് വേറെ വന്ന് ഇവനെ വെട്ടിക്കളയുന്നു. അതുകൊണ്ട് അവർ അതിനിടയ്ക്കുള്ള ഒരു മീഡിയം. അതേസമയം ആഫ്രിക്കയിലൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഇളക്കി വിട്ടേച്ച് മുഴുവൻ എല്ലാവരെയും വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ വിഷം കൊടുത്തു കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികളും അവർ ചെയ്തിരുന്നു. വടക്കേ അമേരിക്കയിലും ഒക്കെ നമുക്കറിയാം. ആ ഒരു ഇന്ത്യൻ ജനതയെ മുഴുവൻ തന്നെ ഏതാണ്ട് നാമാവശേഷമാക്കി കളഞ്ഞു. പക്ഷേ ഇന്ത്യയിൽ അത് നടന്നില്ല. കാരണം ഇവിടെ വൈവിധ്യം ഉണ്ടായിരുന്നു ജനങ്ങളുടെ ഇടയിൽ. അതുകൊണ്ട് അവർക്ക് അത് നടക്കാതെ വന്നപ്പോഴത്തേക്ക് ഈ കൃഷിഭൂമി ഇങ്ങനെ മാറ്റിയപ്പോഴത്തേക്ക് ഇവിടെ ഭക്ഷണത്തിൻ്റെ ഓരോ വർഷം കഴിയും തോറും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന തോത് കുറഞ്ഞു വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ യുദ്ധം വന്ന് അവിടെ പട്ടിണിയായപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടായിരുന്നുള്ളത് മുഴുവൻ കൊണ്ടുപോയി. ഇവിടുത്തെ ജനങ്ങളെ എല്ലാം പൂഴ്ത്തിവെപ്പിലേക്ക് മാറി. അതെല്ലാം അവർ പ്രോത്സാഹിപ്പിച്ചു. അവർക്ക് വേണ്ടത് തന്നെ ഇവിടെ ദാരിദ്ര്യം ഉണ്ടാകണമെന്നുള്ളതായിരുന്നു. എന്നിട്ട് അവരെവിടുന്നേലും കുറച്ച് എക്സ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് ആദ്യം ഗോഡൗണിലും എല്ലാം ഇട്ട് ആകെപ്പാടെ മോശമാക്കി അതിനെ പൂപ്പലൊക്കെ പിടിപ്പിച്ച് ഇവിടുത്തെ പട്ടിണി കിടക്കുന്നവനെ ഇപ്പോൾ ഇച്ചിരി പൂത്താന്ന് പറഞ്ഞാലും അവനത് തിന്നും. അവന് അസുഖങ്ങളുണ്ടാക്കി അവനെ ഇല്ലാതാക്കുന്ന ഒരു വഴി അവർ തിരഞ്ഞെടുത്തു.